പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ത്രിവേണി എങ്ങോട്ട് പോകുന്നു? ഞാൻ ചേച്ചിയുടെ ചെക്കപ്പിനോണ്. എന്റെ ത്രിവേണി, നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാനല്ലേ ആവണിയുടെ കൂടെ പോവാന്ന് പറഞ്ഞേ. എന്നോട് ചേച്ചി കൂടെ വരാൻ പറഞ്ഞു. ചേച്ചി അങ്ങനെ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു ഒഴിയായിരുന്നില്ലേ? നീ നൈസായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഒഴിയേ. പോകുമ്പോ ഞാനും ആവണി മാത്രം പാടുള്ളൂ. ഇറങ്ങാടി. നിങ്ങളും വരുന്നുണ്ടോ? ആ, 17-ാം തീയതി ചെക്കപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞായിരുന്നു. എനിക്കും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. എന്നാ ഇറങ്ങാം. ചേച്ചി, മോഹനേട്ടനുള്ള സ്ഥിതിക്ക് ഞാൻ വരണം നിർബന്ധമുണ്ടോ? നീ എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഇങ്ങനെ ഓഫീസിൽ പൊക്കോട്ടെ. വെറുതെ ലീവ് എടുക്കുന്നത് എന്തിനാ? അവള് വന്നോളൂ. അല്ല, അത് വേണ്ട. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ആണോ? ആ, എന്നാ മിണ്ടാതെ എൻ്റെ കൂടെ വാ. ഓ, അല്ല, ത്രിവേണിക്ക് എന്തോ വയ്യായതുണ്ട് തോന്നണം അല്ലേ? മുഖം നോക്കി വളരെ ഇരിപ്പുണ്ട്. എന്തു വയ്യായിക? ഉണ്ടോ? ഉണ്ട്, എന്തോ ഉണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആശുപത്രിയിലോട്ടല്ലേ പോന്നേ? അവിടെ കാണിക്കാലോ. അല്ല, ഇത് റെസ്റ്റ് എടുത്താൽ ശരിയാവും തോന്നല്ലേ? അതെ, വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടുപേരും വരണ്ട. ഞാൻ വല്ല ഓട്ടോയും പിടിച്ച് പൊക്കോളൂ. അയ്യോ, നമ്മളെന്തിനാണ് ഓട്ടോ പോണ? സ്വന്തമായിട്ട് കാറുള്ളപ്പാ. അതും ഗർഭിണി. എന്റെ കുഞ്ഞിന്റെ ആരോഗ്യം. അല്ല, കുഞ്ഞമ്മ എങ്ങോട്ട് പോവാ? ഞാൻ ചെക്കപ്പിന് പോന്ന്. ചെക്കപ്പോ? അപ്പന്റെ പ്രൊജക്റ്റോ? ഏത് പ്രൊജക്റ്റ്? അമ്മ നാളെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ കുഞ്ഞമ്മ ചെയ്തുതരാന്ന് പറഞ്ഞതാ. നാളെ ലാസ്റ്റ് ഡേറ്റ്. എന്നാ ഞാൻ പോയിട്ട് വന്നിട്ട് ചെയ്താ പോരെ? അതൊന്നും നടക്കത്തില്ല. പോയിട്ട് വരാൻ ലേറ്റ് ആവും. അല്ല, അച്ഛൻ എങ്ങോട്ട് പോവാ? അച്ഛൻ എങ്ങോട്ടോ പോ. അമ്മയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക് പോകുന്ന വഴിക്ക്. എന്നിട്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോരാം. പക്ഷെ അമ്മയും കൊണ്ടേ വരാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യമായി പോയമ്മ, നാളെ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ടാ. എന്നാ നീ ഒരു കാര്യം ചെയ്, അവളുടെ കൂടെ ഒന്ന് അവളെ ഹെൽപ്പ് ചെയ്യ്. ഞങ്ങൾ പോയിട്ട് വരാം. ഇനി നിന്ന് ലേറ്റ് ആവും. ശരി ചേച്ചി. ഞാൻ പോയിട്ട് വരാം. ശരി. നീ ഏത് പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞേ? അവര് രണ്ടുപേരും സമാധാനത്തോടെ പോട്ടെ. അതായിരുന്നു എന്റെ പ്രൊജക്റ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ദൈവമേ, രാവിലെ തന്നെ മനസ്സ് പഠിപ്പിക്കുന്ന കാഴ്ചയാണല്ലോ. എന്തായി? പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നോ? പ്ലാനോ? ഞാനോ? എനിക്കറിയായിരുന്നു ത്രിവേണി വരാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചു വെക്കുമെന്ന്. മാളൂര് പ്രൊജക്ട്. മാളുവിന്റെ പ്രൊജക്റ്റോ? പിന്നെ എന്തിനാ അവള് മേലെ നിന്ന് കൈ കൊണ്ട് കാണിച്ചത്? കൈ കൊണ്ട് കാണിച്ചായിരുന്നാ? വേഷം കെട്ടെടുക്കണ്ട, ഞാൻ കണ്ടായിരുന്നു. വണ്ടി എടുക്ക്. ഇത് രണ്ടും കൂടി ഒന്നിച്ചാ പിന്നെ എൻ്റെ ജീവിതം. എൻ്റെ ഈശ്വരാ, എനിക്ക് ആലോചിക്കാനേ വയ്യ.